ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്.js ഫോം സബ്മിഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. റിയാക്റ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഫോമിനകത്ത് നമ്മളൊരു ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ എഴുതും. അതായത് ഈ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതി അതിനകത്ത് സബ്മിഷൻ സക്സസ് ആവും. പക്ഷെ ഇവിടെ നമ്മൾ ഓൺ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ക്ലയൻറ്റ് സൈഡ് കമ്പോണന്റിന് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് ഓർക്കുക, നമ്മൾ നെക്സ്റ്റ്.jsനകത്ത് ഈ ഒരു പേജ് എന്ന് പറയുന്നത് സെർവർ സൈഡ് കോമ്പോണന്റ് ആണ്. സോ ഓൺ സബ്മിറ്റ് അവിടെ വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ ഇത് വേറെ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സെർവർ സൈഡിലുള്ള ആക്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അസിങ്ക് ഫംഗ്ഷൻ ആണ് അസിങ്ക് ഫോർമാറ്റിലാണ്, കാരണം ഇത് അസിങ്ക്രോണസിലാണ് ഈ സെർവർ സൈഡിലുള്ള ആക്ഷൻസ് ഒക്കെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്കിവിടെ യൂസ് സെർവർ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കുന്നത്. യൂസ് സെർവർ കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ സെർവർ സൈഡിലാണ് ഇത് ഫംഗ്ഷൻ ആക്ഷൻ എടുക്കുന്നത്, അല്ലാതെ ക്ലയൻറ്റ് സൈഡിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ യൂസ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ ഫംഗ്ഷൻ ആക്ച്വലി ഒരു സെർവർ സൈഡ് ആക്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ഷെയർ മീൽ ഫംഗ്ഷനകത്ത് നമ്മൾ സെയിം തന്നെയാണ്. നമ്മളൊരു ഫോം ഡേറ്റ, ഒരു ഫോം സബ്മിഷനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണോ കണ്ടന്റ് ഉള്ളത് അതെല്ലാം നമുക്ക് ഫോം ഡേറ്റ ആയിട്ടായിരിക്കും ഇവിടെ എടുക്കുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ടെക്സ്റ്റ് ഇൻപുട്ട് ഉണ്ട്, ഇമെയിൽ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയ ഉണ്ട്, അതുപോലെ ഇമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി കോൺസ്റ്റ് മെയിൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ടൈറ്റിൽ, ഇമേജ്, സമ്മറി, അതായത് ഇതിലെന്താണ് നമ്മുടെ ഇനിറ്റ് DBക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈറ്റിൽ, ഇമേജ്, സമ്മറി ഒക്കെ ഇല്ലേ, അതേ സെയിം സാധനം തന്നെ നമ്മളിവിടെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഫോം ഡേറ്റ ഡോട്ട് ഗെറ്റ് ടൈറ്റിൽ, അതായത് ഈ ഫോമിനകത്തുള്ളത് നമ്മളെ ഗെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെയിം. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ ആണെങ്കിൽ ആ ടൈറ്റിൽ എവിടെയാണ് നമ്മൾ നോക്കും. ഈ ടൈറ്റിൽ നോക്കിയിട്ട് ഇവിടെ നെയിമിൻ്റെ എവിടെയാണ് ടൈറ്റിൽ, ഇതിൻ്റെ വാല്യൂ എടുത്ത് നമുക്കിവിടെ ഒരു സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇമേജിനും അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇമേജിൽ നമ്മൾ നേരത്തെ ഇമേജ് പിക്കറിനകത്ത് നമ്മൾ 2 വേരിയബിൾ അവിടെ പാസ് ചെയ്യുന്നുണ്ട് പാരാമീറ്റർ ആയിട്ട്, ലേബലും നെയിമും. തൽക്കാലം ഞാനിവിടെ ഒരു ഡമ്മി വാല്യൂസ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. ലേബൽ എന്ന് പറയുന്നത് യുവർ ഇമേജ്, നെയിം എന്ന് പറയുന്നത് വേറൊരു ഇമേജിൻ്റെ വാല്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു ഡമ്മി വാല്യൂസ് ഇവിടെ ഇൻസർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സമ്മറി ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ്, ക്രിയേറ്റർ, അതായത് ഈ ഫോമിനകത്തുള്ള ഏതൊക്കെ ഇൻപുട്ട് എലമെൻ്റ് ഉണ്ടോ അതൊക്കെ എല്ലാം നമ്മളിവിടെ ഗെറ്റ് ആയിട്ട് എടുത്തിട്ട് അവിടെ നമ്മൾ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്ത് വെക്കും. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. സോ ഫോം സബ്മിഷനിൽ നമ്മളിവിടെ കൺസോൾ ലോഗ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മീൽ എന്ന് പറഞ്ഞ്, അതായത് ഈ വേരിയബിളിനെ നമ്മൾ ലോഗ് ചെയ്തങ്ങ് വെച്ചു. സോ ഈ യൂസ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് സെർവർ സൈഡിലായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ആക്ഷൻ ഈക്വൽ ടു നമ്മളിവിടെ ഷെയർ മീൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ വെക്കുന്നത്. സാധാരണ നമ്മൾ ക്ലയൻറ്റ് സൈഡ് കോമ്പോണന്റിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു URL ആയിരിക്കും പാസ് ചെയ്യുന്നത്, എന്തെങ്കിലും എക്സാമ്പിൾ അല്ലെങ്കിൽ ഗെറ്റ് മെയിൽ, അതായത് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഈ ഒരു URL റീഡയറക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സെർവർ സൈഡ് ആക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ആയിരിക്കും ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും സംഭവമാണ് നമ്മൾ എഴുതിയത്. നമ്മൾ ഇതിനെ സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു, ഇമെയിൽ, കോം, ടൈറ്റില് പിസ്സ, ഷോർട്ട് സമ്മറി ഞാൻ വേറെ ഒന്നുമല്ല, എന്തെങ്കിലും എഴുതാം, ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അപ്ലോഡ് ഇമേജ്, നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ ഷെയർ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ലോഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൺസോൾ ലോഗ് ആക്ച്വലി ക്ലയൻറ്റ് സൈഡിൽ കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സെർവർ സൈഡ് കോമ്പോണൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ സെർവർ സൈഡിലുള്ള ഈ ടെർമിനലിൽ മാത്രമേ ഇവിടെ ലോഗ് ചെയ്ത് കാണിക്കത്തുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ സെർവർ സൈഡ് കോമ്പോണൻറ്റ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ യൂസ് സെർവർ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഫയലിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെ, അതായത് നിങ്ങളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് വേറെ പേജിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു യൂസ് ക്ലയൻറ്റ്, ഈ ഒരു കോമ്പോണൻറ്റ് ക്ലയൻറ്റ് സൈഡ് കോമ്പോണൻ്റ് ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സെർവർ സൈഡുള്ള ഫംഗ്ഷന് തമ്മിൽ ഇഷ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളവിടെ സെപ്പറേറ്റ് ഒരു ഫയൽ വെക്കാതെ തന്നെ നമ്മളിവിടെ ഫംഗ്ഷനെ യൂസ് ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഡേറ്റാബേസിൽ നമ്മൾ ഇത്രയും സാധനമായിരിക്കും നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനിറ്റ് DBക്കകത്തോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, ഇമേജ്, സമ്മറി, ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനെ ഇതൊക്കെയാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്ത് വെക്കും. പക്ഷെ സേവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. അതായത് നമുക്ക് കുറച്ച് സാനിറ്റൈസ് ചെയ്യണം. അതായത് നമ്മുടെ കണ്ടൻസ്, 1-2 കണ്ടൻസ് നമ്മളിവിടെ സാനിറ്റൈസ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാനിവിടെ ഡേറ്റ മീൽസ്, ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയൊരു ഫംഗ്ഷൻ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകണം. ഫംഗ്ഷൻ സേവ് മീൽസ്, ഇവിടെ എന്ന് പറയുന്നത് മീൽസ് ആണ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഒന്ന് npm ഇൻസ്റ്റാൾ സ്ലഗിഫൈ എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്. സ്ലഗിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു യൂസർ ഫ്രണ്ട്ലി ടെക്സ്റ്റ് ആയിട്ടാണ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലഗിഫൈ യൂസ് ചെയ്യുന്നത്. അതായത് വരുന്ന URL അല്ലെങ്കിൽ വരുന്ന ടെക്സ്റ്റ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഈ മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്ലഗിഫൈ ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് XSS എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും XSS എന്ന് പറയുന്ന സെക്യൂരിറ്റി അറ്റാക്ക്. അതായത് നമുക്ക് വല്ല ഹാംഫുൾ കണ്ടന്റ് വല്ല ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചങ്ങ് ആ കണ്ടന്റിനെ പിടിച്ച് സാനിറ്റൈസ് ചെയ്ത് നേരെ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യും. അതായത് ഡേറ്റാബേസിൽ സേവ് ചെയ്യുന്നതിന് മുന്നേ ഇത് സാനിറ്റൈസ് ചെയ്തായിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 2 സാധനമാണ് വേണ്ടത്. അപ്പം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ എനിക്കിത് 2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആ 2 ലൈബ്രറി എനിക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സ്ലഗിഫൈ ഫ്രം സ്ലഗിഫൈ. ഓക്കെ, സ്ലഗിഫൈ എന്ന ലൈബ്രറിയിൽ നമ്മൾ സ്ലഗിഫൈ എന്ന് ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ ഇമ്പോർട്ട് XSS ഫ്രം XSS. ഓക്കെ, അപ്പോൾ മീൽസിനകത്ത് നമുക്ക് സേവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇനിറ്റ് DBക്കകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലഗ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഈ സ്ലഗിൻ്റെ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ URL, അതായത് നമ്മുടെ റൂട്ടിംഗ് പേജിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ലഗിനെ അവിടെ സേവ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ മീൽസ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, അപ്പം എനിക്ക് വേണമെങ്കിൽ ഇതൊരു ടൈപ്പായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അതായത് എനിക്കൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇൻ്റർഫേസ് ആയിട്ട് ചെയ്യുന്നു. ഇൻ്റർഫേസ് മീൽസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ട്രിങ്, ഇമേജ് എന്ന് പറയുന്നത് ഒരു ഫോം ഡേറ്റ ആയിരിക്കും. തൽക്കാലം ഞാൻ ഇവിടെ സ്ട്രിങ് എന്ന് സെറ്റ് ചെയ്യാം. ഇതും സ്ട്രിങ് ഇവിടെയും സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എനി എന്ന് പറഞ്ഞ ടൈപ്പ് മാറ്റിയിട്ട് മീൽസ് ഡീറ്റെയിൽസ് എടുത്ത് വയ്ക്കും. അപ്പം മീൽസ് ഡോട്ട് നമുക്കിവിടെ കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും സജഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ മീൽ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്ലഗിഫൈ. സോ ആദ്യത്തെ പാരാമീറ്ററിൽ നമ്മൾ ഒരു സ്ട്രിങ് ആയിരിക്കും, അതായത് ഏത് വാല്യൂ ആണ് ചെയ്യേണ്ടത്, സ്ലഗിഫൈ ചെയ്യേണ്ടത്. മീൽസ് ഡോട്ട് ടൈറ്റിൽ കോമ. ഇനി ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ലോവർ ട്രൂ.
കാരണം ഈ ടൈറ്റിൽ ചിലപ്പോൾ അപ്പർ കേസ് ഉള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനെ പിടിച്ചങ്ങ് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ടൈറ്റിൽ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ്. കാരണം ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത് ഒരു HTML കണ്ടന്റ് ആണ്. സോ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹാംഫുൾ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ page.tsx ഇവിടെ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആക്ച്വലി ഒരു HTML കണ്ടന്റ് ആണ്. സോ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. പകരം നമ്മളിവിടെ ഒരു ബൈപ്പാസ് ചെയ്ത് ഈ HTML കണ്ടന്റിനെ ബൈപ്പാസ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ നമ്മൾ XSS എന്ന് പറയുന്ന നമ്മൾ ഈ ലൈബ്രറി വെച്ച് യൂസ് ചെയ്യും. Instructions. ഓക്കെ, സോ നമ്മൾ ടൈറ്റിലും ഇൻസ്ട്രക്ഷൻസും ഈ രണ്ട് സാധനങ്ങളും നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യാതെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന കേസും കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടാം. ഓക്കെ.